വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. الجاهلون فماتوا قبل موتهم والعالمون وإن ماتوا فأحياء. ذكر الأنبياء من العبادة وذكر الصالحين كفارا. അള്ളാഹുവിൻ്റെ മഹത്തുക്കളാകുന്ന അമ്പിയാക്കൾ മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അഷ്റഫുൽ വറാ ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള അമ്പിയാക്കളെ മദ്ഹ് പറയൽ അത് ഇബാദത്താണെന്നും വദിക്റുസ് സ്വാലിഹീന കഫാറ, അള്ളാഹുവിൻ്റെ മഹത്തുക്കളാകുന്ന ഔലിയാക്കൾ അഇമ്മത്തുകൾ മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ പോലോത്തവരെ അനുസ്മരിക്കൽ സാധുക്കളായ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാകപ്പിഴവുകളെ പൊറുപ്പിക്കാൻ കാരണമാകുമെന്ന് അഷ്റഫുൽ വറാ ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് മുഖേന നമ്മുടെ ഉലമാക്കൾ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചതായി നമുക്ക് കാണാം. ചില ആളുകൾ ലോകത്ത് വരുന്നതിന് മുമ്പ് തന്നെ ചില അറിയിപ്പുകൾ ഉണ്ടാകും. ലോകം അവരെ കാത്തിരിക്കുകയും ചെയ്യും. അത്തരത്തിൽ അല്ലാഹുവിൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ, ഒരു ഖുറൈശി പണ്ഡിതൻ, എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സയ്യിദ്, അദ്ദേഹം ഈ ലോകത്ത് ഈ പൂമുഖത്ത് വൈജ്ഞാനികങ്ങൾ കൊണ്ട് നിറക്കുമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നേ അറിയിപ്പ് നൽകുകയാണ്. അത് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ആണെന്ന് ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും രേഖപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട ഷാഫിഈ ഇമാം ഫലസ്തീനിലെ ഗസയിലാണ് ബഹുമാനപ്പെട്ട ഷാഫിഈ ഇമാമിന്റെ ജനനം. അങ്ങനെ അവിടുന്ന് ചെറുപ്പത്തിലെ ഉപ്പ വഫാത്താവുകയാണ്. പിന്നെ ഉമ്മയാണ് ഷാഫിഈ ഇമാമിനെ, എൻ്റെ മകൻ അള്ളാഹുവിനെ അറിയുന്ന വലിയ ആലിമാകണമെന്ന് ഉമ്മയുടെ ആഗ്രഹത്താൽ ബഹുമാനപ്പെട്ട ഷാഫിഈ ഇമാം ഇൽമിന്റെ മേഖലയിലേക്ക് തിരിയുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ഷാഫിഈ ഇമാം ദാരിദ്ര്യത്തിന്റെ തീച്ചൂളയിൽ നിന്നും വളർന്നു വന്ന മഹാനാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ഷാഫിഈ ഇമാം അവിടുന്ന് അവരും ഉമ്മയും ഗസയിൽ നിന്നും മക്കയിലേക്ക് പോവുകയാണ്. അവിടുന്ന് 7 വയസ്സായപ്പോഴേക്കും ഖുർആനങ്ങ് മനഃപ്പാഠമാക്കുകയാണ്. അങ്ങനെ അധ്യാപകന് ഫീസ് കൊടുക്കാനില്ലാത്തതിനു പകരം തൻ്റെ സഹപാഠികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ട് കുഞ്ഞു പ്രായത്തിലെ ബഹുമാനപ്പെട്ട ഷാഫിഈ ഇമാം തങ്ങളുടെ ഇൽമിന്റെ ദൗത്യം തുടങ്ങുകയാണ്. ബഹുമാനപ്പെട്ട ഷാഫിഈ ഇമാം 10ാം വയസ്സിൽ വിശുദ്ധ ഹദീസ് ഗ്രന്ഥമായ മുവത്തഉൽ മാലിക്കി മനഃപ്പാഠമാക്കുകയാണ്. ആകാരഭംഗിയും നേതൃപാഠവും നിറഞ്ഞ അബ്ദുൽ മനാഫ് എന്ന പിതാവിന്റെ പുത്രനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പരയിലുള്ള ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി മക്കയിലെ വിശുദ്ധ പണ്ഡിതനായി അറിയപ്പെടുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഉപരിപഠനത്തിനായി മദീനയിലേക്ക് പോകണമെന്ന ആഗ്രഹമുണ്ട്. വലിയ വലിയ ആളുകൾ എത്തിച്ചേരുന്ന ആ മദീനയിലേക്ക് പോകണമെന്ന ആഗ്രഹമുണ്ട്. അങ്ങനെ തൻ്റെ ചെറുപ്രായമായതുകൊണ്ട് അവിടെ കയറ്റുമോ എന്നറിയില്ല. അങ്ങനെ മക്കയിലെ ഗവർണർ മദീനയിലെ ഖലീഫക്ക് അങ്ങ് കത്തയക്കുകയാണ്. ഒരു സയ്യിദ് വരുന്നുണ്ട്, ഒരു ആലിമാണ് അദ്ദേഹം, ഒരു അസാധാരണ കഴിവുള്ള മനുഷ്യനാണ് അദ്ദേഹം, ഒരു ഖുറൈശി പണ്ഡിതനാണ്. അപ്പോൾ നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങ് കത്തയക്കുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ സബക്കിൽ അങ്ങ് പോയിരിക്കുകയാണ്. സബക്ക് എങ്ങനത്തെ സബക്കാണ്?
കിബിലക്കങ്ങ് തിരിഞ്ഞിട്ടുള്ള സബക്കാണ്. ഇടത് ഭാഗത്താരാണ്? അഷ്റഫുൽ വറാ ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എവിടെയാണ് സബക്ക് നടക്കുന്നത്? റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് വിശേഷിപ്പിച്ച അവിടെയാണ് സബക്ക് നടക്കുന്നത്. ബഹുമാനപ്പെട്ട മാലിക്കി ഇമാമിൻ്റെ സബക്കിലുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ എല്ലും കഷ്ണങ്ങളിലും മറ്റുമായി ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഷാഫിഈ ഇമാമിന് ഒന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ല. ബഹുമാനപ്പെട്ട ഷാഫിഈ ഇമാമിന് അന്നെടുത്ത 40 ഹദീസും ഫുൾ ഹിഫ്ളാണ്. ഭയങ്കര കൂവത്തുള്ള വലിയ പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. അങ്ങനെ അത്ഭുതകരമായി വൈജ്ഞാനിക സമ്പാദനവും നിർദ്ധാരണ ശേഷിയും മതവിധികൾ പ്രഖ്യാപിക്കാനുള്ള യോഗ്യതകളും ചെറുപ്പത്തിലെ ഇമാമവറുകളിൽ എത്തിച്ചേരുകയാണ്. പിന്നീട് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് വരുന്ന എല്ലാ ചോദ്യങ്ങളും ശിഷ്യനായ ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളിലേക്ക് അങ്ങ് തിരിച്ചു വിടുകയാണ്. എന്തുകൊണ്ടാണ്? ബഹുമാനപ്പെട്ട ഷാഫിഈ ഇമാമിനിക്ക് എല്ലാ ഫന്നുകളിലും ഫത്വ കൊടുക്കാനും മതവിധി പ്രഖ്യാപിക്കാനുമുള്ള യോഗ്യതയുള്ള കാരണത്താലാണ്. ഇവിടെയാണ് നമ്മുടെ മുത്തഅല്ലിമീങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയം. ഉസ്താദുമാരുടെ കുരുത്തവും പൊരുത്തവും നമുക്ക് എപ്പോഴും വേണം. ഉസ്താദുമാരെ വെറുപ്പിച്ചിട്ട് നമുക്ക് എത്ര ഉന്നത മേഖലയിലേക്കും നമുക്ക് എത്താൻ കഴിയുകയില്ല. അതല്ലേ ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞല്ലോ, ഞാൻ കിതാബുമായി എൻ്റെ ഉസ്താദ് ബഹുമാനപ്പെട്ട മാലിക്കി ഇമാമിൻ്റെ അടുക്കൽ ചെന്നാൽ തന്നെ ഞാൻ കിതാബ് മറിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ആ കിതാബ് മറിക്കുമ്പോഴുള്ള ഒച്ച എൻ്റെ ഉസ്താദായ മാലിക്കി ഇമാമിൻ്റെ തദ്രീസിന് അഭംഗിയാകാൻ പാടില്ല. ആ തദ്രീസിന് ഒന്നും തന്നെ കോട്ടം വരാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ഷാഫിഈ ഇമാം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ വിശേഷിപ്പിക്കുകയാണ്. അങ്ങനത്തെ ഷാഫിഈ ഇമാം നമ്മുടെ ഇമാം അയിമ്മത്ത്, ആ ഷാഫിഈ ഇമാം നമുക്ക് ഉസ്താദുമാരോട് പാലിക്കേണ്ട മര്യാദകളൊക്കെ അങ്ങ് പഠിപ്പിച്ചു തരുകയാണ്. പിന്നീട് ബഹുമാനപ്പെട്ട ഷാഫിഈ ഇമാം ആ മദീനയിൽ നിന്നും മക്കയിലേക്ക് തന്നെ വന്നു, ഇടയിൽ യമനിലേക്ക് പോയി. അങ്ങനെ ബഹുമാനപ്പെട്ട ഷാഫിഈ ഇമാം ഭരണകൂടത്തിന് എതിരിൽ പ്രവർത്തിക്കുന്ന ആളാണെന്ന് നാട്ടുകാരെല്ലാവരും പറഞ്ഞു വരത്തി. അങ്ങനെ ഭരണാധികാരി ബഗ്ദാദിലേക്ക് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ വിളിപ്പിക്കുകയാണ്. അങ്ങനെ വിളിപ്പിച്ചിട്ട് ബഹുമാനപ്പെട്ട ഷാഫിഈ ഇമാമിനോട് എന്തായാലും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടേ വിചാരണ ഉണ്ടാവുള്ളൂ എന്ന കാര്യത്തിൽ ഉറപ്പാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ഷാഫിഈ ഇമാം ഈ കുറഞ്ഞ സമയം വെറുതെ പാഴാക്കാൻ പാടില്ലല്ലോ, എന്തെങ്കിലും ഒരു വിജ്ഞാനത്തിൽ ഏർപ്പെടണമെന്ന് ബഹുമാനപ്പെട്ട ഷാഫിഈ ഇമാം പറയുകയാണ്. അങ്ങനെ അന്നത്തെ മാലിക്കി ഇമാമിൻ്റെ ശിഷ്യനും ഏറ്റവും പ്രഗത്ഭ പണ്ഡിതനുമായ മുഹമ്മദ് ബിനുൽ ഹസൻ എന്നവരുടെ അടുത്തേക്ക് പോവുകയാണ് ആ കുറഞ്ഞ കാലയളവിൽ. അങ്ങനെ ആദ്യം അറിവിൻ്റെ സമ്പർക്കങ്ങൾ കൊണ്ടും പിന്നെ ആശയ സംവിധാനങ്ങൾ കൊണ്ടും കർമ്മശാസ്ത്രത്തിൻ്റെ മൂർച്ചയേറിയ ചർച്ചകൾ കൊണ്ടും ബഹുമാനപ്പെട്ട ഷാഫിഈ ഇമാം അങ്ങ് ആ സമയം അങ്ങ് ഉപയോഗിക്കുകയാണ്. അങ്ങനെ ഭരണാധികാരി ശിഷ്യനായ റബീഅ റളിയല്ലാഹു അൻഹു പോലും ഭരണാധികാരിയുടെ അടുത്തേക്ക് ഇങ്ങനെ നാട്ടുകാർ പറഞ്ഞു പരത്തിയ ഈ ഭരണകൂടത്തിനെതിരിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ എന്ന് നാട്ടുകാർ പറഞ്ഞു പരത്തിയപ്പോൾ ഭരണാധികാരി വിളിച്ചപ്പോൾ ബഹുമാനപ്പെട്ട റബീഅ റളിയല്ലാഹു അൻഹുക്ക് കഥ കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ അത്ഭുതകരമായ അല്ലാഹുവിൻ്റെ കാവൽ തന്നെ. ഇമാം അവറുകളെ കണ്ട മാത്രയിൽ ഭരണാധികാരിയുടെ നിലപാടങ്ങ് മാറുകയാണ്. സുബ്ഹാനല്ലാഹ്, നോക്കൂ ഇൽമിന്റെ പവർ എത്രയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ഷാഫിഈ ഇമാം ബഗ്ദാദിലേക്കും മക്കയിലേക്കും 2-3 പ്രാവശ്യം വന്നു. പിന്നെ അവിടുന്ന് മക്കയിൽ നിന്നും ഈജിപ്തിലേക്ക് ക്ഷണം വരികയാണ്. ഈജിപ്തിലേക്ക് അന്ന് മാലിക്കി മദ്ഹബുകാരാണ് ഒരുപാട്.
അങ്ങനെ ഷാഫിഈ ഇമാം ചൊല്ലുന്നു. അങ്ങനെ 4 വർഷമെടുത്തില്ല, അതിനു മുമ്പ് തന്നെ അവിടെ ഷാഫിഈ മദ്ഹബ് കൊണ്ട് അങ്ങ് നിറയുകയാണ്. അള്ളാഹു ബഹുമാനപ്പെട്ട ഷാഫിഈ ഇമാമിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ഇൽമിലൊക്കെ വലിയ ബറക്കത്ത് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.